ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഇൻഫർമേഷനുമായിട്ടാണ്. നമ്മുടെ ഓണം എക്സാമിന്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് നമ്മളിപ്പം +1കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒഫീഷ്യലി ഒരു ഓണ പരീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ എന്ന് പറഞ്ഞാൽ എല്ലാം നേരത്തെ അഡ്മിഷൻ ഒക്കെ നേരത്തെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യം ഓണം വന്നിരിക്കുന്നത് സെപ്റ്റംബറിൽ. അപ്പൊ എന്തായാലും അതിനുള്ള ചാൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കുട്ടികൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഓണം എക്സാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ല ഓണം എക്സാമിന്റെ അപ്ഡേറ്റ്സ് എങ്ങനെയൊക്കെയാണ്, ചാപ്റ്ററുകൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏതുമായിട്ടാണ്? ബയോളജിക്ക്. ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് വെയിറ്റേജ് ആണോ? അല്ല, വെയിറ്റേജ് അല്ല സർ. അതായത് ഇവര് 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്കല്ലേ വന്നേ. അപ്പൊ അവർക്ക് ബോട്ടണി സുവോളജി ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞ കാര്യം, ബയോളജി പിരിഞ്ഞ കാര്യം ഇവരെ ഇപ്പൊ ഓൾറെഡി സ്കൂളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാലും അത് മനസ്സിലാക്കിക്കോണം. 60 മാർക്കിനാണ് ചോദ്യം വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ആ 60 മാർക്കിൽ 30 മാർക്സ് ബോട്ടണിയും 30 മാർക്സ് എന്താണ് സുവോളജിയാണ്. അപ്പൊ പിന്നെ പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാം മിക്സഡ് ആയിട്ടാണ്. ഒരിക്കലല്ല. ആദ്യം നമ്മുടെ ബോട്ടണിക്കാണ് പ്രയോറിറ്റി. നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെയാണ് ഞാൻ എന്റെ സബ്ജക്റ്റ് ആയിട്ട് ബുക്കി പറഞ്ഞാണ്. എന്നാലും ബോട്ടണി ആദ്യം വരുള്ളൂ, അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ സുവോളജി വരിക എന്നുള്ള കാര്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് മനസ്സിലാകും. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഓരോ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ്, ആ ചാപ്റ്റേഴ്സിൽ ഇവർ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സും എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് പ്രതീക്ഷിക്കാനുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമുക്ക് ബയോളജി ടെക്സ്റ്റ് ബുക്ക് കാണാനായിട്ട് പറ്റുക അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. മിസ്സേ പറഞ്ഞു. അതായത് ലിവിംഗ് വേൾഡ് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിപ്പം ഓണപരീക്ഷ മാത്രമല്ല കേട്ടോ, നമ്മളെ ബോർഡ് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു 1-2 പേജിൽ തീരുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് അത് അല്ലെ. കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് 1 or 2 മാർക്സ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടൂ. അതായത് 1 മാർക്കിനോ 2 മാർക്കിനോ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരാനുള്ള 3-4 മാർക്ക് അല്ലേ, അതിന് മേളിലൊന്നും 1 or 2 തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, പക്ഷെ 1 മാർക്കും 2 മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ഫുൾ മാർക്ക് നമുക്ക് വേണമല്ലോ. നമ്മൾ ചെറിയ മാർക്ക് വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളല്ലല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യം മിസ് പറയുന്നതാണ്. അതായത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, ഇതിൽ ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. ശരിക്കും പറയാം, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്, ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും. ഈ ടാക്സോണമിയിൽ തന്നെ വരുന്ന കാര്യമാണ് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് സബ് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടാക്സോണമിയിൽ തന്നെ വരുന്ന നോമൻക്ലേച്ചർ, ഓക്കെ, നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, പേര് എങ്ങനെയാണ് എഴുതുക, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി എഴുതുക എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ വേണം അല്ലെ മിസ്? എക്സാമ്പിൾ പഠിക്കേണ്ട നമ്മൾ. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ എക്സാമ്പിൾ പഠിക്കണം, റൂൾസ് പഠിക്കണം, പിന്നെ നമ്മൾ ICBN, ICZN ഫുൾ ഫോം പഠിക്കണം. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളതാണ്. അത് 1 മാർക്കിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളതാണ്. അതുകൊണ്ട് എന്താണ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അതേപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്ന ആളുടെ പേര് കാൾ ലിനേസ്, അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരാൻ പോകുന്നത് ടാക്സോണമി കാറ്റഗറീസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ടേബിൾ അല്ലേ. ടാക്സോണമി കാറ്റഗറീസും പഠിക്കണം, അതിനോടൊപ്പം തന്നെ ഈ ടേബിളും പഠിക്കണം. രണ്ടും പഠിക്കണം. അതായത് ടേബിൾ പലപ്പോഴും കുട്ടികൾ സ്കിപ്പ് ചെയ്ത് കാണാറുണ്ട്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതാണ് ലിവിംഗ് വേൾഡ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ ലിവിംഗ് വേൾഡിന്റെ ഹൃദയഭാഗം അവിടെ കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് കൂടുതൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ എപ്പോഴും ഇവിടെ പേടി സ്വപ്നമായിട്ട് കുട്ടികൾ പറഞ്ഞ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ സുവോളജിയും ബോട്ടണിയും പിരിയാനായിട്ട് പോകുന്നതൊക്കെ ഏകദേശം ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ എന്താണ് മൊണിറ, പ്രൊട്ടിസ്റ്റ ആൻഡ് നമ്മുടെ ഫംഗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് മിസ്സേ നമുക്ക് ആദ്യം നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയാസിന്റെ കാര്യത്തിൽ. ബാക്ടീരിയസിന്റെ കാര്യത്തിൽ എപ്പോഴും ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ആർക്കി ബാക്ടീരിയയിൽ കുറെ മെഥനോജൻസ്, തെർമോസിഡോഫൈൽസ്, ഹലോഫൈൽസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ആ ഒരു സംഭവം മെഥനോജൻസ് എന്ന് പറഞ്ഞ സംഭവം മസ്റ്റായിട്ടും പഠിച്ചാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടേക്കുന്നത് അതിൽ നിന്നാണ്. പിന്നെ ഈ ബാക്ടീരിയയുടെ കാര്യത്തിൽ ചോദ്യം വന്നാൽ ഷേപ്പ് ഓഫ് ബാക്ടീരിയ ചോദിച്ചു കാണാറുണ്ട്. ഷേപ്പ് ഓഫ് നമ്മുടെ കോക്കസ് ബാസിലസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളല്ലേ അതൊക്കെ. പിന്നെ ഈ സയാനോ ബാക്ടീരിയ, നമ്മുടെ നൊസ്റ്റോക്ക അനബീന, ഇതിന്റെയൊക്കെ ഒരു ചിത്രം തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വന്നത്. അതുകൊണ്ടാണ് അപ്പൊ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഓർഡർ ആക്കുന്നത്. അല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ ഫുൾ സബ് ടോപ്പിക് എല്ലാം എടുത്തിട്ട് ആ സബ് ടോപ്പിക് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ പ്രോട്ടിസ്റ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം കാണില്ല എന്ന് തോന്നുന്നു. ഡയാറ്റംസ് ആണ്. ഈ ഡയാറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ. എന്താണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ വരാം. പിന്നെ നമ്മുടെ പ്രോട്ടോസോവൻസിൽ അതിൽ നമ്മുടെ ട്രൈപ്പനോസോമാസ്, പ്രോട്ടോസോവൻസിന്റെ ഈ മാച്ച് ദ ഫോളോവിംഗിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചോദ്യം കാണാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ്, അതായത് ഓരോ ഫൈക്കോമൈസറ്റ്സ്, അസ്കോമൈസറ്റ്സ്, ബെസിഡിയോമൈസറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസറ്റ്സ് എന്ന് പറഞ്ഞ പേരുകളുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവിടെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് വർഷം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്.
ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ കോമൺ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് എക്സാമ്പിൾ സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ എക്സാമ്പിളിൽ ഒരു കോഡൊക്കെ ഉണ്ടാക്കി അങ്ങ് പഠിച്ചു വെച്ചു കൊടുക്കുക. പിന്നെ അവിടെ പ്രയോൺസ് എന്ന് പറഞ്ഞാൽ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ്, ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ലൈക്കൻസ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏകദേശം എല്ലാം വരുന്ന കുട്ടികൾ ചിന്തിക്കും. പക്ഷേ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്ന അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്യണോ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഒഫീഷ്യലായിട്ട് എക്സാം നടക്കാത്തതുകൊണ്ട് ടീച്ചർമാർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നേരെ ചാപ്റ്റർ നോക്കാം. ആനിമൽ കിങ്ഡത്തിലേക്ക് നമുക്ക് നേരെ പോകാം അല്ലെ. അതായത് ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. കുട്ടികളുടെ ഞാൻ ബയോളജി ക്ലാസിഫിക്കേഷൻ വെയിറ്റേജ് പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ 3 ചാപ്റ്ററിന്റെ എന്റെ പ്ലാൻ കിങ്ഡത്തിന്റെ ആണെങ്കിലും ബയോളജി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ മോർഫോളജി ആണ് ലാസ്റ്റ് വെയിറ്റേജ് പറഞ്ഞോളാം. ഓക്കെ, ലാസ്റ്റ് വെയിറ്റേജ് പറയാം അല്ലെ. അപ്പൊ ആനിമൽ കിങ്ഡം പക്ഷെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സർ, അതായത് നമ്മുടെ സുവോളജിയിൽ മൊത്തം 30 മാർക്കിനാണല്ലോ ക്വസ്റ്റ്യൻ വരിക. അതില് ഏകദേശം എനിക്കൊരു 19 to 20, അതായത് 19 to 20 30 മാർക്കിൽ 20 മാർക്കൊക്കെ മേളിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽ കിങ്ഡത്തിനെ കൊണ്ട് അത് പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എന്തായാലും ഏകദേശം ഇത്രയും. അതെ, ഇത് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എക്സാമിന് നമുക്ക് എന്താണ് ജയിക്കാനുള്ള അപ്പൊ ചില കുട്ടികൾ പറയും ഇത്രയും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് സ്കിപ്പ് ചെയ്താലും. സ്കിപ്പ് ചെയ്താല് 19 മാർക്ക് പോയി, പിന്നെ 11 മാർക്കിന് എക്സാം എഴുതിയിട്ടൊന്നും പ്രയോജനം. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ ഉണ്ടായിരിക്കും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അതിന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സെല്ലുലാർ ലെവലാണോ, ടിഷ്യൂ ലെവലാണോ, ഓർഗൻ സിസ്റ്റം ലെവൽ, അത് പഠിക്കണം. വിത്ത് എക്സാമ്പിൾസ് പഠിക്കണം. സിമെട്രി വെരി 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 ഇമ്പോർട്ടന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് തന്നിട്ട് നിങ്ങളോട് സിമെട്രി ഐഡന്റിഫൈ ചെയ്യാൻ പറയും. റേഡിയൽ ആണോ ബൈലാറ്ററൽ സിമെട്രി ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ റേഡിയലിൽ കാണിക്കുന്നത് ഏതൊക്കെ ഫയലത്തിൽ വരുന്ന ആൾക്കാരാണ്, ബൈലാറ്ററൽ കാണിക്കുന്നത് ഏതൊക്കെയാണ്, എക്സാമ്പിൾസ് അടക്കം അത് പഠിച്ചു വെച്ചോളൂ. എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, ഇതും ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കാണിക്കുന്ന അനിമൽസ് ഏതൊക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക് കാണിക്കുന്ന അനിമൽസ് ഏതൊക്കെയെന്ന് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മളെ സിമെട്രിയും അതേപോലെ സീലോമും ആണ് എല്ലാ തവണയും മാറി 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 ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ സീലോമിൽ തന്നെ അസീലോമേറ്റ്സ്, അതേപോലെ തന്നെ സ്യൂഡോസീലോമേറ്റ്സ്, പിന്നെ നമ്മൾ ട്രൂ സീലോമേറ്റ്സ് അല്ലെ. ഇത് മൂന്നും എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിന്റെ ഫിഗർ കൊടുത്തിട്ട് ആ ഫിഗർ ആണ് എല്ലാ തവണയും ചോദിക്കാറുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ഫിഗർ. അതേപോലെ തന്നെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചോളാം. പിന്നെ സെഗ്മെന്റേഷനും നോട്ട് കോഡും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ 1 മാർക്കിന് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് എല്ലാ ഫൈലയും ഫ്രം പോരിഫോറ ടു കോഡേറ്റ വെരി 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 ഇമ്പോർട്ടന്റ്. 11 പേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾ പഠിച്ചേ പറ്റുള്ളൂ. അതായത് ഇപ്പം ചില കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സാമ്പിളില് കോമൺ നെയിമും കൊടുത്തിട്ടുണ്ട്, സയന്റിഫിക് നെയിമും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാച്ച് ചെയ്യാൻ ചോദിക്കും. പല കുട്ടികളും കോമൺ നെയിം മാത്രം പഠിച്ചു പോകും, സയന്റിഫിക് നെയിം പഠിക്കില്ല. പക്ഷേ എക്സാമ്പിൾസ് പരസ്പരം മാച്ച് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതുപോലെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഈ 11 വെച്ച് നന്നായിട്ട് പഠിക്കാം. പക്ഷെ ഇതിലൊരു എളുപ്പവഴിയുണ്ട്. ഇപ്പൊ നമ്മൾ പോരിഫറ, ഈ പോരിഫറ ആലോചിക്കുമ്പോൾ തന്നെ വാട്ടർ കനാൽ സിസ്റ്റം എന്നാണ് മനസ്സിൽ ഓടി വരേണ്ടത്. കാരണം വാട്ടർ കനാൽ സിസ്റ്റം ആണ് പോരിഫറയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നിഡേരി ആണെങ്കിൽ നിഡോബ്ലാസ്റ്റ് വിത്ത് സ്ട്രക്ചർ, അതായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ടിനോഫോറ ആണെങ്കിൽ ബയോലൂമിനസെൻസ് കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാം പ്ലാറ്റിഹെൽമിനസ് എന്ന് പറയുന്നത് അസീലോമേറ്റുകളാണ്. അങ്ങനെ ഓരോ ഫൈലത്തിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങോട്ട് പോയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അതെ, ഇപ്പൊ റാഡുല എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. റാഡുല എന്ന് പറയുന്നത് ഏത് ഫൈലത്തിന്റെ ക്യാരക്ടറാണ്? മോളുസ്കേന്റെ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ എക്കൈനോഡെർമേറ്റ് ആണെങ്കിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം. അങ്ങനെ നിങ്ങൾ വെച്ച് ഓരോ ഫൈലത്തിന്റെയും ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്കും അതിന്റെ എക്സാമ്പിളും വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഇതാ ഇത്രയും വരെ പറഞ്ഞിരിക്കുന്നത് നോൺ കോഡേറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ അവസാനം നമുക്ക് കോഡേറ്റ പഠിക്കാനുണ്ട്, 11ാമത്തെ ഫൈലം. അപ്പൊ കോഡേറ്റയിൽ തന്നെ സബ് ഫൈലംസ് വരുന്നുണ്ട്, ഡിവിഷൻസ് വരുന്നുണ്ട്, അതായത് കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ വെർട്ടിബ്രേറ്റ ഇമ്പോർട്ടന്റ് ആണ്. വെർട്ടിബ്രേറ്റയിൽ എല്ലാം പഠിക്കുക. ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ ആണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഇപ്പൊ നിങ്ങൾ നമ്മൾ ഓരോ ഡിവിഷനായിട്ട് ഇങ്ങനെ കാണിച്ചില്ല, അപ്പൊ എല്ലാ തരത്തിലും ചോദ്യം ഉണ്ടാവും. ബിക്കോസ് അല്ലാതെ ഇതിൽ നിന്ന് മാത്രമായിട്ട് 19 മാർക്കിന് ചോദിക്കുക ഒരിക്കലും ഇല്ല. അപ്പൊ അപ്പുറത്തുള്ള പേജിൽ ഞങ്ങൾ ഇട്ട കാര്യങ്ങളില്ല, അത് നോക്കിയേ പറ്റുള്ളൂ കേട്ടോ. അതെന്തായാലും വരും. അപ്പൊ അടുത്തേക്ക് പോലെ അപ്പൊ ആണെങ്കിൽ നമ്മളെ പ്ലാൻ കിങ്ഡം എടുക്കാം നമ്മുടെ. ഓക്കെ,
പ്ലാൻ കിങ്ഡം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ പ്ലാൻ കിങ്ഡം എന്ന് പറയുക. അവിടെ നമുക്ക് എന്താണ് ആ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ 3 ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പഠിക്കുക. പിന്നെ ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമിയിൽ കീമോ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിന് എന്താണെന്നുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ആരാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം അറിയുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഓരോ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ആൽഗെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൻഡ് അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സ്, ടെഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ഇവരിലെല്ലാം ക്വസ്റ്റ്യൻസ് വരാനുള്ള കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. അല്ല ആൽഗെ എന്ന് മാത്രം ഹെഡിങ് കൊടുക്കുമല്ല. ആൽഗന്റെ റീപ്രൊഡക്ഷനിൽ നമ്മുടെ ഐസോഗമി, അനൈസോഗമി, ഊഗമി ഒക്കെ ഇല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. റീപ്രൊഡക്ഷനിലാണ് ആൽഗയുടെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ആൽഗയിൽ ഈ ഒരു 3 പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ രണ്ടാമത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ എന്ന് പറഞ്ഞ ആൽഗകളിലെ അതിന്റെ സ്റ്റോറേജ് ഓഫ് ഫുഡ് പഠിക്കാതെ നിങ്ങൾ പോവരുത്. അതുപോലെ തന്നെ മേജർ പിഗ്മെന്റ്സും, ഇത് രണ്ടും പഠിക്കാതെ അതിലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ പഠിക്കാതെ ഒരു കാരണം വെച്ചാലും പോവരുത്. ആ ടേബിൾ ആണ് നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആ ടേബിളിൽ നിന്നാണ് കേട്ടോ. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ആൽഗെ ഉപകാരമാവാന്നുള്ള കാര്യങ്ങളിലെ ഒരു 4-5 എക്കണോമിക് ഇമ്പോർട്ടൻസ് എപ്പോഴും പഠിച്ചു വെച്ചാൽ പറ്റുള്ളൂ. ഏതെങ്കിലും 4 ഒക്കെ ആയിരിക്കും ചോദിക്കാൻ. പിന്നെ ആംബിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ബ്രയോഫൈറ്റ്സിനെ ആംബിബിയൻസ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അവരുടെ റിപ്രഷന്റെ കാര്യം റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഈ ആംബിബിയൻസ് ഉള്ള ഒരു ചോദ്യം എപ്പോഴും കാണാറുള്ളതാണ്. അങ്ങനെ തന്നെ കേട്ടോ. പിന്നെയാണ് നമ്മുടെ പീറ്റ് മോസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സ്ഫാഗ്നത്തിനെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ടെറിഡോഫൈറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടേക്കുന്നത് ഹെട്രോസ്പോറി, അതായത് ഡിഫറെന്റ് സ്പോർട്സ് കാണുന്നത് ആരിലാണെന്നുള്ളതൊക്കെയാണ്. അതും ഒന്ന് പഠിച്ചാൽ അത് ഓക്കെയാണ്. പിന്നെ ജിംനോസ്പേം ചോദിക്കാൻ എപ്പോഴും ബാക്ടീരിയ, ആ ഒരു സംഭവം. അതായത് നമ്മുടെ സൈക്കസിലാണ് ഇത് കാണുന്നത്, ആൻഡ് ഇത് പൈനസിലാണ് കാണുന്നത്. അങ്ങനെ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നാ സംഭവം പോലും ചോദിക്കൂല. ആരിലാണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല് ഈ സുവോളജി നമുക്ക് പിന്നെയും ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം സുവോളജിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അനിമൽ കിങ്ഡത്തില് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഓരോ തവണ മാറി 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 ചെതറിയാ ചോദിക്കാറുള്ളത്. ഇവർക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഇതിനേക്കാൾ വലിയ ചാപ്റ്റർ ആണ് അനിമൽ കിങ്ഡം. ഉറപ്പല്ലേ, പറയാനുണ്ടോ? പറഞ്ഞാൽ വളരെ 4 കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഉള്ളതിൽ ഇപ്പൊ ഈ ഓൺ എക്സാമിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള ട്രെൻഡ്സിൽ 3 ചാപ്റ്ററിൽ അതിൽ മോർഫോളജി വരും, അതിന്റെ പകുതിയെ വരുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പ്ലാൻ കിങ്ഡത്തിൽ നിന്നാണ്. നമ്മുടെ തൊട്ട് പുറകെ തന്നെ ബയോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അപ്പൊ അത്യാവശ്യം വെയിറ്റ് ഉള്ള ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ ഇത് മിസ്സാക്കിയിട്ട് പോയാലും നിങ്ങൾക്ക് എന്താണ് മാർക്കുകൾ താഴോട്ട് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോളുക. അതായത് ഇപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളോട് സാർ പറഞ്ഞു ടേബിൾ അല്ലെ, ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ടേബിളുകളും അതേപോലെ ഫിഗേഴ്സും നിങ്ങൾ എന്റെ സ്കിപ്പ് ചെയ്ത്, കാരണം ചിലപ്പോ ഇപ്പൊ കോഡേറ്റ അതിലൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വെച്ചിട്ട് ചോദ്യം വരാറുണ്ട്. വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ മസ്റ്റാണ്. ആ ചിത്രങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാനുള്ള അല്ല കേട്ടോ. പിന്നെ നമ്മളോർക്കും ഈ +10 കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളോർക്കും ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചതെന്ന് ഒരിക്കലല്ല. അത് ഇത് വെച്ചിട്ട് വരയ്ക്കാനും അങ്ങനെ പല രീതിയിലൊക്കെ വരയ്ക്കാൻ വരില്ല. പക്ഷെ അത് മാർക്ക് ചെയ്യാനും അത് എന്താണ് സംഭവം ചോദിക്കാൻ ഐഡന്റിഫൈ ചെയ്യാനും വരും. ശരിക്കും പറഞ്ഞെങ്കിൽ തോന്നുന്നു ബോട്ടണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലേബൽ ചെയ്യാനായിട്ട് വരാറുണ്ട്. കൂടുതൽ സുവോളജിയിൽ ഐഡന്റിഫിക്കേഷനും ചിലത് ലേബലിംഗും ആയിട്ട് വരാറ് നമ്മൾ കാണാം. അടുത്ത ചാപ്റ്റർ നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഇതിനകത്ത് ഇത് മുഴുവൻ ഉണ്ടോ മിസ് ഈ ചാപ്റ്റർ? ഈ ചാപ്റ്ററിന്റെ അതായത് എനിക്ക് 75% അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രത്യേകം പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോഗ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ. ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PYQs നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം അതിന്റെ മുന്നേ വരെ നമുക്ക് ഫ്രോഗ് ഇല്ല, പുതിയതായിട്ടാണ് ഫ്രോഗ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലാത്തതാണ്. അപ്പൊ ഫ്രോഗിനെ മുഴുവനായിട്ട് അങ്ങനെ പഠിച്ചോടുക എന്നുള്ളതായിരിക്കും. എന്നാലും എനിക്കൊരു ഗസ് ഉണ്ട്. ഇതിന്റെ മുന്നേ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഫ്രോഗിന്റെ ഹൈബർനേഷൻ, ഈസ്റ്റിമേഷൻ എന്താന്ന് ചോദിക്കും, കാമോഫ്ലാഷ് ആൻഡ് മിമിക്രി എന്താന്ന് ചോദിക്കും. ഓക്കെ. അതേപോലെ തന്നെ എന്താ പറയാ, ഇവര് കോൾഡ് ബ്ലഡഡ് ആണോ വാം ബ്ലഡഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇല്ലല്ലോ. ആ രീതിയിൽ ചോദ്യം വരാനുള്ള ചാൻസ് ഇമിറ്റേറ്റ് ചെയ്യാ, അഭിനയിച്ച് കാണിക്കുകയാണ്. ബുദ്ധിമാൻ തന്നെ. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ ഫ്രോഗിൽ വരാനുള്ളത് എങ്ങനെയാണ് ഒരു സെക്ഷൽ ഡൈമോർഫിസം, അതായത് ഒരു ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്രോഗ് പരസ്പരം എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ചോദിക്കും.
ഇതിനകത്ത് ഡൈജസ്റ്റീവ് റെസ്പിറേറ്ററി ബ്ലഡ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാല് ഫ്രോഗ് കാണിക്കുന്ന പല ടൈപ്പ് റെസ്പിറേഷൻ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവര് വാട്ടറിൽ വെച്ചിട്ട് എങ്ങനെ ബ്രീത്ത് ചെയ്യും. ഇപ്പൊ ടാഡ്പോൾ ഒക്കെ ഗിൽസ് വഴി ബ്രീത്ത് ചെയ്യാം. അതേപോലെ തന്നെ ഇവര് ലാൻഡിലുള്ളപ്പം ഇവരുടെ ലങ്സ് വഴി ബ്രീത്ത് ചെയ്യും. ഈസ്റ്റിവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ സ്കിൻ വഴി ബ്രീത്ത് ചെയ്യും. ഇങ്ങനെ പല ടൈപ്പ് റെസ്പിറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഫിഗർ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, വെരി ഇമ്പോർട്ടന്റ്, ലേബൽ ചെയ്യാൻ ചോദിക്കും. അതേപോലെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ വന്നിട്ടില്ല, പക്ഷെ അത് ചിലപ്പോൾ ഈ തവണ വരുമോ നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും സിസ്റ്റത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് എക്സ്ക്രീഷൻ, അതായത് ഇവർ യൂറിക്കോ ടെലിക്കാണോ യൂറിയോ ടെലിക്കാണോ എമോണോ ടെലിക്കാണോ ആൻസർ മിസ് പറയുന്നില്ല, പക്ഷെ ആ രീതിയിൽ ചോദ്യം വരും. ഓക്കെ, അതായത് ഇവരിപ്പം ലൈക്ക് ഏത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ കാണിക്കുന്നു, ഏത് ടൈപ്പ് ഓഫ് നൈട്രോജനസ് വേസ്റ്റിനെയാണ് ഇവർ പുറന്തള്ളുന്നത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ നെർവസ് സിസ്റ്റം, ഇപ്പൊ ബ്രെയിൻ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ബ്രെയിനിലും, അതായത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇതിലൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ചോദിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്, ആ ഡിഫറൻസ് ചോദിക്കാൻ ഞാൻ ഈ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല ഈ ഫ്രോഗിന്റെ അതിനെ ശരിക്കും പറഞ്ഞാൽ പെസ്റ്റിനെ പിടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്, പിന്നെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല, പിന്നെ കഴിക്കാൻ ചില കൺട്രീസ് വേറെ എന്തെങ്കിലും മലേഷ്യ പോലുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ കഴിച്ച കേസാണ് കേട്ടോ, ഇപ്പൊ കഴിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉള്ളൂ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രോഗ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 3 to 6 അല്ലെങ്കിൽ 3 to 5 ഇത്ര മാർക്സ് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഫ്രോഗ് മാത്രമേ ഉള്ളൂ, അത്രേ ചോദിക്കാനുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഇപ്പൊ നമ്മൾ 2 ബോട്ടണി സുവോളജി എടുത്ത് നോക്കിയാലും 3 ചാപ്റ്ററിലേ ഉള്ളൂ. ഈ 3 ചാപ്റ്ററിൽ നിന്ന് അവര് മാക്സിമം എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതായത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ സ്കൂളിൽ എടുത്ത ടോപ്പിക്കുകളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേരിയേഷൻ ഒക്കെ വരാൻ, അതായത് നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യലി നടത്തുന്ന ഒരു ഓണപരീക്ഷയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടീച്ചേഴ്സ് മാറ്റി തരും കേട്ടോ. ഇനി അതല്ല നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഉള്ളൂ അല്ലെ, നമ്മുടെ മോർഫോളജി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മോർഫോളജിയിൽ ആ ടൈപ്സ് ഓഫ് റൂട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ ടൈപ്സ് ഓഫ് റൂട്ട്സ് പഠിച്ചോണം, ഏതൊക്കെയാണ് അഡ്വന്റീഷ്യസ്, ഫൈബ്രസ്, നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം പഠിച്ചിരിക്കണം. പിന്നെ റീജിയൻസ് ഓഫ് റൂട്ടിന്റെ ആ ഒരു എന്താണ് ചിത്രം എപ്പോഴും തന്നിട്ട് അതെന്താ മാർക്ക് ചെയ്യാനായിട്ടാണ് ചോദിക്കാറുള്ളത്. അത് പഠിക്കാതെ പോവല്ല, അത് എപ്പോൾ ഭയങ്കര ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് ശരിക്കും പറഞ്ഞാൽ റീജിയൻസ് ഓഫ് റൂട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചിത്രം കാണുന്ന ഈ റീജിയൻസ് ഓഫ് റൂട്ടിന്റെ ആവും. പിന്നെ നമ്മുടെ പാർട്സ് ഓഫ് ലീഫ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലാമിന, പിറ്റിയോടെ, ലീഫ് ബേസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുള്ള അറിയണം. പിന്നെ ഓർമ്മയുണ്ട് അല്ലെ. പിന്നെ ഫിലോടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അറേഞ്ച്മെന്റുകൾ ഉണ്ട് കേട്ടോ. ആ ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി, ഓപ്പോസിറ്റ് വോൾഡ് ഫിലോടാക്സി പഠിച്ചിരിക്കണം. അതിന്റെ എക്സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾ പഠിക്കണേ. ഇനി അടുത്താണ് സിമ്പിൾ കോമ്പൗണ്ട് ലീവ്സിലെ അതിന്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കണം. അത് എന്താണ് സംഭവം എന്ന് അറിയണം. വീനേഷൻ, വെയിന്റെ അറേഞ്ച്മെന്റ്, പാരലൽ ആൻഡ് റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇൻഫ്ലോറസൻസ് വരെ ഉള്ളൂ എക്സാമിന്. അത് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ഓണം എക്സാം ശരിക്കും പറഞ്ഞാൽ ബോട്ടണി തൂക്കാനാണ് ചാൻസ് കൂടുതൽ സുവോളജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സുവോളജിയിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള 2 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിപ്പോയി, ആനിമൽ കിങ്ഡവും സ്ട്രക്ചറൽ ഓർഗനൈസേഷനും. ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് ഭീകരം തന്നെയാണ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഗസ് ചെയ്യാൻ പറ്റില്ല. സുവോളജിക്കാരൊന്ന് വേറെ ചാൻസ് ഉണ്ടോ തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പ്ലാൻ കിങ്ഡവും മോർഫോളജിയും വളരെ സിമ്പിൾ ആണ്. അതിനകത്ത് നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ മാത്രം വെച്ച് കാണാതെ പഠിക്കാനായിട്ട് വരുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് നമ്മളൊരു ആർപ്പോ ഇറോ വെച്ചിട്ട് ഈ എക്സാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, പിള്ളേരെ അടിച്ച് പൊളിച്ചല്ലേ. പിള്ളേര് ബയോളജിന്റെ ഇനി അതല്ല നമ്മുടെ ഓഫറുകൾ ഇനിയാണ് വരാൻ പോകുന്നത്. ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ട് കാര്യമുണ്ട്. ഈ പറയുന്ന നമ്മളിപ്പോ ഇത്രയും ബയോളജിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഘോരം പ്രസംഗിച്ച ഈ സാധനങ്ങളില്ലേ, ഇതിനകത്ത് ഏതൊരു സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുമോ മിസ്സേ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കമന്റ് ചെയ്താല് ഇപ്പൊ ഫില്ലോടാക്സി സാറേ ഫില്ലോടാക്സി അറിയില്ല ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫില്ലോടാക്സിന്റെ ഒരു കണ്ടന്റ് വീഡിയോ 2-3 മിനിറ്റ് നിൽക്കുന്ന ഒരു കണ്ടന്റ് വീഡിയോ ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. കുട്ടികൾ പറയുന്ന ഡിമാൻഡിനനുസരിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ബോട്ടണിന്നും സുവോളജിന്നും ഏതൊക്കെ ടഫ് ടോപ്പിക്സ് ഉണ്ടോ ആ ഡിഫിക്കൽട്ട് ടോപ്പിക്സിന്റെ ഒരു ഷോർട്ട് വീഡിയോ വേണമെന്നോ കോണ്ടന്റ് വീഡിയോ വേണമെന്നോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് എവിടെ ഞാൻ വേറെ എവിടെ പോയി നോക്കൂല്ലോ, ഈ വീഡിയോന്റെ അടിയിൽ ഞാൻ നോക്കും, അതിലുള്ളതിനാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കും അല്ലെ. സംഭവം അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന്
നിങ്ങൾക്ക് തോന്നിയല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് തോന്നണ്ടേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കൂടെ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് പഠിക്കാം. നമ്മുടെ എക്സാമിന്റെ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് തലേന്ന് അല്ലെങ്കിൽ 2-3 ദിവസം ഒരു കോൾ വരും, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതുള്ള നിനക്ക് അറിയാം. അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, നിങ്ങളുടെ സമയം കണ്ടത് നിങ്ങൾ നേരെ പറയുക, ഞാൻ ഒരു ലിങ്ക് അയച്ചു തരാം, ആ ലിങ്ക് നിങ്ങൾ കണ്ടുകൊടുക്കുക എന്ന് പറയുക. അപ്പൊ എന്തുള്ളൂ, അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കോളും. അപ്പൊ ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പ്രകാശം പകരട്ടെ, അല്ല പകരട്ടെ എന്നല്ലോ, പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന പോലെ ഏകണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോട്ടെ, അങ്ങോട്ട് പരക്കട്ടെ അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഇതിന്റെ അടിയിൽ താഴെ കമന്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അത് ചെയ്തോളുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓണ പരീക്ഷയ്ക്ക് നമ്മൾ എന്തായാലും ലൈവ് സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബ് ലൈവായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് കൃത്യമായിട്ട് വന്നോളുക. അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യസമയത്ത് അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ആ ഒരു ഐക്കണും കൂടി ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അങ്ങനെ ചെയ്യാനായിട്ട് പറയാം. അപ്പൊ ലൈവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഈ ഓണ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങുക അല്ലെ. അതെ, അന്നേരം തന്നെ നമ്മളോട് വിശ്വാസം ആയിക്കോളും, കാര്യങ്ങളെല്ലാം കൂടെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എക്സാമിന്റെ സമയങ്ങളിൽ അടുത്ത വീഡിയോയിലോട്ട് കാണാം.